ഗൈസ്, വെൽക്കം ബാക്ക് ടു എറ്റ് അനദർ എപ്പിസോഡ് ഓഫ് collegemunshi.com. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പാരാമെഡിക്കൽ കോഴ്സ് ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കായിട്ടുള്ള സ്കോളർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എന്താണ് പാരാമെഡിക്കൽ കോഴ്സ്, ഏതൊക്കെയാണ് ടോപ്പ് പാരാമെഡിക്കൽ കോഴ്സസ്, പിന്നെ എന്തൊക്കെയാണ് സ്കോളർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ളതൊക്കെ നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ട സ്കോളർഷിപ്പ് കാര്യങ്ങളെല്ലാം ഈ വീഡിയോയുടെ എൻഡിൽ നമ്മൾ പറയുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. മാത്രമല്ല ഇതിനെക്കുറിച്ചുള്ള എല്ലാ അപ്ഡേറ്റ്സും ഞങ്ങളുടെ വാട്സപ്പ് ചാനലിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ മറക്കാതെ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ചാനലിൽ ജോയിൻ ചെയ്യുക. അലൈഡ് ഹെൽത്ത് സയൻസിലെ ടോപ്പ് കോഴ്സുകളിൽ ഒന്നാണ് പാരാമെഡിക്കൽ കോഴ്സ് എന്ന് പറയുന്നത്. അതായത് ഇനിയൊരു 5 വർഷത്തിനകത്ത് ഒരുപാട് ജോലി സാധ്യതകളുള്ള വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു കോഴ്സാണ് പാരാമെഡിക്കൽ കോഴ്സ്. ഒരുപാട് കോഴ്സസ് അല്ലെങ്കിൽ സ്പെഷ്യലൈസേഷൻസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കുട്ടികൾ മെഡിക്കൽ ഫീൽഡ് വരാൻ ആഗ്രഹിച്ചിട്ട് എന്നാൽ അവർക്ക് MBBS BDS വേണ്ട, ഇത് രണ്ടും അല്ലാതെ മറ്റേത് കോഴ്സ് ഉണ്ട് എന്നറിയാതെ കൺഫ്യൂഷനായി നിൽക്കുന്ന കുട്ടികൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ കോഴ്സാണ് പാരാമെഡിക്കൽ കോഴ്സ് എന്ന് പറയുന്നത്. ചിലർ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ടും ഈ കോഴ്സ് ചൂസ് ചെയ്യാതിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നാണ് സ്കോളർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ്. ഈ ഒരു കോഴ്സിന് ഒരുപാട് ജോലി സാധ്യതകൾ ഉള്ളതുപോലെ തന്നെ ഇത് പഠിക്കാനും ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്കുണ്ട്. അത് കേരളത്തിനകത്തും പുറത്തുമുണ്ട്. എന്നാൽ നിങ്ങൾ കേരളത്തിന് പുറമെ എന്തുകൊണ്ട് കർണാടക ഈ ഒരു കോഴ്സ് പഠിക്കാൻ ചൂസ് ചെയ്യണമെന്നുള്ളത് ഒന്ന് ചിന്തിക്കേണ്ടതാണ്. കാരണം കേരളത്തിൽ സീറ്റ്സ് വളരെ ലിമിറ്റഡ് ആണ്. അവിടെ നിങ്ങൾ ഒരു 98% മാർക്ക് സ്കോർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ലിമിറ്റഡ് സീറ്റ്സിൽ ഒന്ന് നേടാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി നിങ്ങൾക്ക് അത്രയും മാർക്ക് കിട്ടിയിരുന്നാൽ പോലും പലപ്പോഴും ഈ കോഴ്സിന് സീറ്റ് ലഭിക്കാതെ പോകുന്ന അവസരങ്ങളും ഉണ്ടായിട്ടുണ്ടാകാം. എന്നാൽ നമ്മൾ കർണാടക നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഓപ്ഷൻസും ഒരുപാടാണ്, സീറ്റ്സും ലിമിറ്റഡ് അല്ല, അൺലിമിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് സാധ്യതകളും ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ കോഴ്സ് പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി ശരിക്കും പറഞ്ഞാൽ സെക്യൂർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പല കുട്ടികളും പുറത്ത് കർണാടകയിലേക്ക് വന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ അവർക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്നത് കൊണ്ട് അവരത് വേണ്ടാന്ന് വയ്ക്കുന്നവരും ഉണ്ടാകും. അപ്പോൾ ഇനി മുതൽ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് വേണ്ടാന്ന് വയ്ക്കേണ്ട കാര്യം വരുന്നില്ല. കാരണം നമുക്കിവിടെ കർണാടകയിൽ ഒരുപാട് ക്യാമ്പസുകൾ സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് കുട്ടികളെ പഠിക്കാനായിട്ടുള്ള അവസരം നൽകുന്നുണ്ട്. അതും ഏറ്റവും മികച്ച ക്ലിനിക്കൽ എക്സ്പോഷറും ഹോസ്പിറ്റൽ ഫെസിലിറ്റീസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ക്യാമ്പസുകളാണ് ഈ ഒരു സ്കോളർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ക്യാമ്പസുകൾ ഏതൊക്കെയാണ്, പിന്നെ എന്തൊക്കെ എലിജിബിലിറ്റീസ് സ്കിൽസ് ഒക്കെയാണ് നിങ്ങൾക്ക് ആവശ്യമെന്നുള്ളതും, പിന്നെ നിങ്ങൾ ഏതാണ് ഡിഗ്രി ആണോ ഡിപ്ലോമയാണോ ചൂസ് ചെയ്യേണ്ടതെന്നുള്ളതിനൊക്കെ പറ്റിയിട്ട് നമ്മൾ വീഡിയോസ് വേറെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങളൊന്ന് റെഫർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ കോളേജ് മുൻഷി ത്രൂ അഡ്മിഷൻ എടുക്കുന്നവർക്ക് നിങ്ങളുടെ മാർക്ക് ബേസ് ചെയ്ത് തമിഴ്നാട്ടിലും കർണാടകയിലും ഉള്ള സെലക്റ്റഡ് കോളേജുകളിൽ ഞങ്ങൾ സ്കോളർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനും അഡ്മിഷൻ ക്വയറീസിനും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട് ക്ലിയറൻസിനും ഒക്കെ ആയിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഫ്രീ കരിയർ ഗൈഡൻസ് കിട്ടാവുന്നതാണ്. പിന്നെ സ്കോളർഷിപ്പ് ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ആ നമ്പറിലൂടെ എൻക്വയറി ചെയ്യാവുന്നതാണ്. സീറ്റ്സ് ഒക്കെ വളരെ വേഗം ഫില്ലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെപ്പറ്റി കൂടുതൽ അപ്ഡേറ്റ്സ് ഉടനടി തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വാട്സപ്പ് ചാനലിൽ കൂടി ജോയിൻ ചെയ്യുക.